ശ്രീ നീലകണ്ഠൻ നായകനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് നീലകണ്ഠൻ. കണ്ണൻ എന്ന രോമന പേര് കൂടിയുണ്ട്. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ ഫൗണ്ടേഷൻ്റെ ട്രഷററാണ് ഇപ്പോൾ. അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇനി നിങ്ങളോട് സംവേദിക്കാൻ പോകുന്ന ശ്രീ വി ടി മുരളി. ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ആണ് ശ്രീ ആനയണി എൻ പ്രസാദ്, പ്രസിദ്ധ സംഗീതജ്ഞൻ. ഇന്ന് ഫൗണ്ടേഷൻ്റെയും കൂടി ആഭിമുഖ്യത്തിൽ പ്രശസ്തമായ ഈ സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച് സംഗീതത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ നടക്കുന്നു എന്നറിയുന്നത്, അത് സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷം. ഈ കോളേജിൻ്റെ എല്ലാ ഭരണാധികാരികളെയും പ്രത്യേകിച്ചും സംഗീത വിഭാഗത്തിൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും അതിൻ്റെ HOD, അതുപോലെ അതിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന വിദ്യാർത്ഥിനികൾ എല്ലാവരോടും വെച്ചൂർ ഫൗണ്ടേഷൻ്റെ സന്തോഷവും നന്ദിയും ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളട്ടെ. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ എന്ന വിശ്വശരീരനായ സംഗീതജ്ഞൻ ഇക്കൊല്ലം അദ്ദേഹത്തിൻ്റെ സെൻറ്റിനറി ശതാബ്ദി വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. 2022 വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യരും കുടുംബാംഗങ്ങളും ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ ഫൗണ്ടേഷൻ. 2022 ഉദ്ഘാടനത്തിന് ശേഷം നിരവധി പരിപാടികൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രമാക്കി നടത്തുകയുണ്ടായി. 2025 അദ്ദേഹത്തിൻ്റെ ശതാബ്ദി വർഷം ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ സംഗീത വിഭാഗം പ്രവർത്തിക്കുന്ന കോളേജുകളെയും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ വിദ്യാർത്ഥിനികളുടെ അറിവിലേക്കും അവരുടെ പ്രയോജനത്തിനുമായി സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് ചിറ്റൂർ കോളേജിൽ ഈ സെമിനാർ കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശതാബ്ദി ആഘോഷം തിരുവനന്തപുരത്ത് വെച്ച് നവംബർ 11-ാം തീയതി നടത്തുകയുണ്ടായി. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ എന്ന സംഗീതജ്ഞൻ 1925 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ സംഗീതത്തിൽ കുറച്ച് താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചതുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ അദ്ദേഹത്തെ ചേർത്തല എന്ന് പറയുന്ന അടുത്തുള്ള ഒരു പട്ടണത്തിൽ ഒരു പ്രശസ്ത നാദസ്വര വിദ്വാൻ്റെ കീഴിൽ ആദ്യ ശിക്ഷണം നൽകി. കുറച്ചു കാലം ചേർത്തലയിൽ പഠിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് പ്രശസ്തമായ ശ്രീ സ്വാതിരുനാൾ സംഗീത കോളേജ്, അന്നത് അക്കാഡമി ആയിരുന്നു, അക്കാഡമി പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടുത്തെ വിദ്യാർത്ഥിയായി അദ്ദേഹം ജോയിൻ ചെയ്തു. അവിടെ ആ കോളേജിൻ്റെ 2ാമത്തെ ബാച്ചിൽ. അന്ന് BA MA ഒക്കെയല്ല, വിദ്വാൻ, ഗായക മുതലായിട്ടുള്ള കോഴ്സുകളായിരുന്നു. ആ കോഴ്സുകളെല്ലാം അദ്ദേഹം പ്രശസ്തമായ നിലയിൽ പാസ്സായ ഉടനെ തന്നെ തിരുവിതാംകൂർ സർക്കാരിലെ സ്കൂളുകളിൽ സംഗീത അധ്യാപക പോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഒരു സംഗീത അധ്യാപക പോസ്റ്റിൽ അദ്ദേഹം നിയമിതനായിട്ട് കേരളത്തിൻ്റെയും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ ചെങ്കോട്ട മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ആ കോളേജിൽ, സ്വാതിരുനാൾ സംഗീത കോളേജിലെ വേക്കൻസി വന്ന സമയത്ത് അദ്ദേഹം അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരായിരുന്നു അന്ന് സംഗീത കോളേജിൽ അധ്യാപകരായി ജോലി ചെയ്തിരുന്നത്. ഇവരുടെയൊക്കെ ഗുരുനാഥന്മാരായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും പത്മവിഭൂഷൺ സംഗീത കലാനിധി ഡോക്ടർ ചെമ്മൻകുടി ശ്രീനിവാസൻ. അന്ന് അദ്ദേഹമായിരുന്നു ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്രശസ്തമായ പേരാണ് GNB എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന GN ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം ആ കോളേജിൽ അധ്യാപകനായിരുന്നു. ഇതൊക്കെ വെച്ചൂർ സാറൊക്കെ അവിടെ പഠിക്കുന്ന കാലത്താണ്. അതിനുശേഷം അദ്ദേഹം ആ കോളേജിലും തുടർന്ന് തൃപ്പൂണിത്തുറയിലുള്ള RLB സംഗീത കോളേജിലും ദീർഘകാലം അധ്യാപകനായി ജോലി ചെയ്തു. പ്രൊഫസറായി റിട്ടയർ ചെയ്തു. തിരുവനന്തപുരം സ്വാതിരുനാൾ സംഗീത കോളേജിൽ നിന്ന് 1980 അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു. 1994 ആണ് അദ്ദേഹത്തിൻ്റെ 69-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിക്കുന്നത്. ഈ
കാലഘട്ടത്തിൽ ഏകദേശം 50ഓളം കൊല്ലം കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ സംഗീത ആചാര്യനും അധ്യാപകനും അതുപോലെ സംഗീതജ്ഞനുമായിരുന്നു സുബ്രഹ്മണ്യൻ. അന്നത്തെ കാലത്തൊക്കെ അദ്ദേഹമൊക്കെ പാടി ഇറങ്ങിയ കാലത്ത്, പഠിച്ചിറങ്ങിയ കാലത്ത് ഉത്സവങ്ങൾക്കൊക്കെ ധാരാളം കച്ചേരികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ഈ സംഗീത സഭകളൊന്നും അന്നത്തെ അധികം നിലവിലില്ല. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പ്രമുഖ ക്ഷേത്ര ഉത്സവങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ കച്ചേരി ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു അന്ന്. അങ്ങനെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് വന്നു. പക്ഷേ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയിലെ അതിനടുത്ത തലമുറ, അദ്ദേഹം ഏകദേശം ഒരു 4 തലമുറയെങ്കിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന ശിഷ്യന്മാരാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ശ്രീ ആനേലി പ്രസാദ് മുതലായിട്ടുള്ളവർ. അപ്പോൾ പ്രസാദിൻ്റെ ഗുരുനാഥൻ, പ്രസാദിൻ്റെ ശിഷ്യന്മാർ, അതിനിടയ്ക്കുള്ള എത്രയോ തലമുറകളെ അദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. ഒരു 600-700 പേരെങ്കിലും നേരിട്ട് അദ്ദേഹത്തിൽ നിന്നും, അതായത് വീട്ടിൽ വന്ന് സംഗീതം പഠിച്ചിട്ടുള്ളവർ, പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ ഉൾപ്പെടെ ഒരു 700ഓളം പേരെങ്കിലും. അതുകൂടാതെ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള നിരവധി സ്റ്റുഡൻസ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രസക്തി എന്ന് ചോദിച്ചാൽ, തറകളഞ്ഞ ശുദ്ധ സംഗീതത്തിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യൻ. അതായത് നേരത്തെ വിദ്യാധരൻ മാഷ് പറഞ്ഞല്ലോ, ആ ശരിയായ വഴിയിൽ ശരിയായ രീതിയിൽ പാടി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു സംഗീത ശൈലിയുടെ പ്രയോക്താവായിരുന്നു വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യൻ. അതായത് ആ ഒരു സംഗീതം, കർണാടക സംഗീതത്തിൻ്റെ ആ ഒരു ശുദ്ധമായ ഭാവം എങ്ങനെയായിരിക്കണം എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കണം. മാത്രവുമല്ല, വളരെ ശുദ്ധവും വ്യക്തവും ആയിട്ടുള്ള ഒരു ഉറച്ച പാഠാന്തരം അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുണ്ടായിരുന്നു. പാഠാന്തരം എന്താണെന്ന് സംഗീത വിദ്യാർത്ഥികളോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സംഗീത കീർത്തനങ്ങളുടെ ആ ഒരു ആലാപന ശുദ്ധി ഉണ്ടല്ലോ, അത് വളരെ വ്യക്തമായിരിക്കണം. അതാണ് ആ ഒരു രാഗത്തിൻ്റെ ഭാവം, അത് എത്രത്തോളം വേണം, എന്തൊക്കെ സംഗതികൾ വേണം, അതിൻ്റെ അനുക്രമമായ വികാസം എന്തായിരിക്കണം. അങ്ങനെ ഉറച്ച ഒരു പാഠാന്തരത്തിൻ്റെ വ്യക്താവായിരുന്നു വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യൻ. അദ്ദേഹം പഠിപ്പിച്ച ആ പാഠങ്ങളെല്ലാം 50-60 വർഷങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ പിന്നീടും ഓർത്തുകൊണ്ടിരിക്കും. അത് ഓർത്തെടുക്കുന്നതിന് അവർക്കൊരു പ്രയാസവുമില്ല. ഈ 2025 നവംബർ 11 തിരുവനന്തപുരത്ത് നടന്ന ശതാബ്ദി ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ശിഷ്യരും ചേർന്ന് അദ്ദേഹം പഠിപ്പിച്ച ആ പാഠാന്തരത്തിലുള്ള കീർത്തനങ്ങളുടെ ഒരു ആലാപനം അവിടെ ഏകദേശം 2 മണിക്കൂറോളം നടത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് റിഹേഴ്സലൊക്കെ വേണ്ടി വരുമോ എന്ന് പ്രസാദം ഞാനൊക്കെ ആലോചിച്ചു. പക്ഷേ ഒട്ടും വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവർ ആ പാഠാന്തരങ്ങളെല്ലാം ഓർത്തെടുത്ത് അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വെച്ചൂർ ഫൗണ്ടേഷൻ രൂപീകൃതമായതിന് ശേഷം വെച്ചൂർ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ അദ്ദേഹം പഠിപ്പിച്ച കീർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വരമാധുരിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യർ പാടി ധാരാളം കീർത്തനങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ നവംബർ 11 നടന്ന പരിപാടിയുടെ അതിൻ്റെ കംപ്ലീറ്റ് രൂപങ്ങൾ, പൂർണ്ണ രൂപം, അതിൽ ഏകദേശം എല്ലാം 70ഓളം കീർത്തനങ്ങൾ വരും. ആ 70ഓളം കീർത്തനങ്ങളും ആ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാനും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായ ശുദ്ധമായ ഒരു പാഠാന്തരത്തിലുള്ള കീർത്തനങ്ങളുടെ അവതരണമാണ് അതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം, ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള കേരളത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ഒരു അഭിവന്ദ്യനായ ഗുരുനാഥൻ്റെ ജന്മശതാബ്ദി വർഷം ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് തീരുമാനിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ചിറ്റൂർ കോളേജിൽ നിങ്ങളുടെ മുമ്പാകെ ശ്രീ വിദ്യാധരൻ മാഷും പ്രശസ്ത സംഗീതജ്ഞനും പണ്ഡിതനുമായ ശ്രീ വി.ടി. മുരളിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ സെമിനാർ അവതരിപ്പിക്കാൻ ഇടയാക്കിയത്. അതിന് അവസരം തന്ന ഈ കോളേജിൻ്റെ എല്ലാ ഭാരവാഹികളോടും സംഗീത വകുപ്പിനോടുമുള്ള ഫൗണ്ടേഷൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നിങ്ങളുടെ പ്രിൻസിപ്പലും വിദ്യാധരൻ മാഷും ഒക്കെ പറഞ്ഞതുപോലെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ കേരളത്തിലെ അതിപുരാതനമായ കോളേജിൽ ഒന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് മറക്കാൻ പറ്റാത്ത ദിവസം, അന്ന് തുടങ്ങിയ ഒരു കോളേജാണ് ചിറ്റൂർ കോളേജ്. എല്ലാ കോളേജിലും പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായി. പക്ഷേ സംഗീത വിഭാഗം പ്രവർത്തിക്കുന്ന കേരളത്തിലെ വളരെ വിരളമായ കോളേജുകളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഒരു
കൂടുതൽ മുന്തി നിൽക്കുക എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സംഗീതത്തിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും പിന്നീട് വളരെ പ്രശസ്തരായ ഗായികമാരോ ഗായകന്മാരോ കലാകാരന്മാരോ ഒക്കെ ആയിത്തീരും. പിന്നീട് ഒരു കാലത്ത് ആ കോളേജ് അറിയപ്പെടുന്നത് ആ കുട്ടികളുടെ പേരിലായിരിക്കും. ഇപ്പോൾ തന്നെ വിദ്യാധരൻ മാഷ് ഇവിടെ സംസാരിച്ചപ്പോൾ കൃഷ്ണചന്ദ്രൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണചന്ദ്രൻ പഠിച്ച കോളേജ്, പാലക്കാട് ശ്രീറാം പഠിച്ച കോളേജ്, ശങ്കരൻ നമ്പൂതിരി പഠിച്ച കോളേജ്, അങ്ങനെയൊക്കെ ഒരു യശസ് ഈ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിനുണ്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സംഗീത വിഭാഗത്തിലെ കുട്ടികളെല്ലാവരും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഗായകരായി തീരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹം ചിറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ എനിക്കുണ്ട്. അത് നിങ്ങൾ സാർത്ഥകമാക്കും എന്ന വിശ്വാസവും എനിക്കുണ്ട്. എന്തായാലും ഇന്ന് ഈ പുരാതനമായ ഈ കോളേജിൻ്റെ അങ്കണത്തിലേക്കൊന്ന് വരാനിടയായതിൽ ഒരു വലിയ സംഗീത ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എൻ്റെ സന്തോഷം ഒന്നുകൂടെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ആ അന്തരീക്ഷവും ഇതുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സംഗീതത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമാണിത്. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ പ്രാധാന്യവും അതുപോലെ തന്നെ മഹത്തായ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റേണ്ടത്, നാളെ ഭാവിയിലും അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റേണ്ടത് മുമ്പിലിരിക്കുന്ന ഈ സംഗീത വിദ്യാർത്ഥികളുടെ ചുമതലയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ അധികം ദീർഘിക്കുന്നില്ല. എൻ്റെ ചുമതല വെച്ചൂറിനെ പറ്റിയിട്ട് ഏതാനും വാക്കുകൾ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. ഇനി ശ്രീ VT മുരളി പണ്ഡിതോചിതമായ ഒരു പ്രബന്ധം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കാനാണ് നിങ്ങളിവിടെ സന്നിഹിതരായിരിക്കുന്നത് എന്നും എനിക്കറിയാം. അതുകൊണ്ട് അതിനിടയിലുള്ള ഒരു തടസ്സമായിട്ട് ഞാൻ നിൽക്കുന്നില്ല. എന്തായാലും മാത്രവുമല്ല, ഈ ബെഞ്ചും ഡെസ്കും കാണുമ്പോഴേക്കും എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് വലിയൊരു കൊതിയാണ്. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിലും പിന്നെ 1-2 പരീക്ഷ എഴുതാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലും പോയതിന് ശേഷം ഇങ്ങനെ ബെഞ്ചും ഡെസ്ക് വിട്ടിരുന്നിട്ട്, അതുകൊണ്ട് ഇനി മുരളി സാർ ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ആ ബെഞ്ചിലിരുന്ന് അത് കേൾക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സർ. ഇപ്പോൾ